വടകര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ വെച്ചാണ് നാദാപുരം സ്വദേശി അശോകൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണുന്നത്. ഒരു മുച്ചക്ര സ്കൂട്ടറിന് വേണ്ടി 7 വർഷമായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന അശോകന്റെ ജീവിതകഥ കേട്ട ഉടനെ മന്ത്രി മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി. എനിക്കും നിങ്ങൾക്കുമൊക്കെ നടക്കാൻ കാലുണ്ട്, അതില്ലാത്ത ആളാണ് 7 കൊല്ലമായി ഒരു വീൽചെയറിന് വേണ്ടി കയറിയിറങ്ങുന്നത്. എത്രയും വേഗത്തിൽ ഇടപെടണം, പരിഹാരമായില്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കണം എന്ന മന്ത്രിയുടെ വാക്കുകൾ അശോകന് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകി. ഉദ്യോഗസ്ഥ തല നടപടികളിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായാൽ അശോകന് നേരിട്ട് ഒരു സ്കൂട്ടർ നൽകാമെന്നും മന്ത്രി പറഞ്ഞു. 7 കൊല്ലമായിട്ടൊരു വീൽചെയറിന് വേണ്ടി എടുക്കുന്നു. ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യന് 7 കൊല്ലമായി നടക്കാൻ പരിഹരിക്കുന്നു. ഇവിടെയല്ല അവിടെയാണ് എനിക്കൊക്കെ നടക്കാൻ കാലില്ലല്ലോ, എല്ലാത്ത ആളല്ല. നാളെ നിങ്ങൾക്ക് ഇത് തരും. ഭാഗമായിട്ട് അപ്പോൾ ഉടനെ തന്നെ അത് തരും. തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എത്ര സമയം ഇത്രയും വേഗത്തിൽ ഇടപെടും. ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ നമ്പർ ചെയ്യാൻ വാങ്ങുന്നുണ്ട്, നമ്മൾ നോക്കാം കേട്ടോ. അവർ ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ നമ്പർ ഒന്ന് കേട്ടോ, ഫോൺ നമ്പർ എന്തെങ്കിലും കേട്ടോ. ഇവർ ഇടപെടും കേട്ടോ. നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇടപെടും. ഇല്ല നടന്നിട്ടില്ല, നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാം കേട്ടോ. എത്രയും വേഗത്തിൽ ഇവർ ഇടപെടും. ഇവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നോക്കാട്ടോ, ഇതിൽ നടന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്യാട്ടോ എന്ന വാക്കാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൽ സ്കൂട്ടർ ലഭിക്കുന്നതുവരെ സമയമില്ലാത്തതിനാൽ അശോകന്റെ ആവശ്യം മന്ത്രി നേരിട്ട് നിർവഹിക്കുകയായിരുന്നു. നാദാപുരത്ത് അശോകന്റെ വീട്ടിലെത്തിയ മന്ത്രി മുച്ചക്ര വാഹനം നേരിട്ട് കൈമാറി. അതിലിരുന്നു കൊണ്ട് ഒരു തവണ ഓടിച്ചു നോക്കാൻ ഒരുങ്ങിയ അശോകന് ഹെൽമറ്റ് വെച്ചു കൊടുത്തതും മന്ത്രി തന്നെ. നമ്മളെ ഇതിൽ കുറച്ചും കൂടി സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഇവർക്ക് വേഗം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചാൽ അവർ വേഗമാക്കാൻ. അതെ അതെ അതെ. മറ്റേതല്ലാതെ നമ്മൾ സംസാരിച്ച് പക്ഷെ കുറച്ചും കൂടി സമയം വരുന്നതാണ്. അപ്പോൾ സമയം വരെ കാത്തിക്കാനുള്ളൊരു പ്രശ്നം പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ വണ്ടി ഇറക്കുവാനാവില്ല. അതെ 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 മനസ്സിലായി. അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ. പിന്നെ അങ്ങോട്ട് പിന്നെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയാ നമ്മള് ഇത് വേണ്ടല്ലോ, ഇതിന്റെ ആവശ്യമില്ല. കേറി ഇരുന്നിട്ട് തരാം. അതല്ലേ പിടിച്ചോ പിടിച്ചോ. ഇരിയാകാറുണ്ട് അല്ലേ? പിടിച്ചോ 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 പിടിച്ചോ. ഞാൻ
പോയിക്കോട്ടെ പോയിക്കോട്ടെ ശരി. ഈ കരുതലിനും കൈത്താങ്ങിനും മനം നിറഞ്ഞ് നന്ദി പറയുകയാണ് അശോകൻ. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും മൈജി സ്ഥാപനത്തിന്റെ ഉടമയുമായ ഷാജിയാണ് സ്കൂട്ടർ സ്പോൺസർ ചെയ്തത്. നാദാപുരം MLA EK വിജയനും ഒപ്പമുണ്ടായിരുന്നു.